ഗൾഫ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്കും ഒരു ജീവിത രീതി എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്ന ഒരു കാര്യത്തിൽ വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല. എസ്പെഷ്യലി ചെറിയ വയസ്സിലാണ്, ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ ഗൾഫിലേക്ക് വരുന്നതെങ്കിൽ. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആഫ്റ്റർ മാരേജ് എസ്പെഷ്യലി പല പുതിയ പ്ലാനുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പ്രവാസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൾഫിലേക്ക് പ്രത്യേകിച്ച് ഒരു ലിമിറ്റഡ് ടൈമിൽ ആ ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ തന്നെയാണ്. പക്ഷേ ആഫ്റ്റർ മാരേജ് എസ്പെഷ്യലി നമുക്ക് പ്രൊപ്പോസൽസ് ഒക്കെ വരുമ്പോൾ പെണ്ണിൻ്റെ കൂട്ടർ നോക്കുന്നത് ഈ പറയുന്ന പ്രവാസി ഗൾഫ് യുവാവിന് അവരുടെ മോളെ തീർച്ചയായിട്ടും കല്യാണത്തിന് ശേഷം ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനുണ്ടോ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്, ദേ ആർ കേപ്പബിൾ ടു ഗെറ്റ് എ ജോബ്. സോ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികളും ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ മരുമകനും മകളും രണ്ടുപേരും ഗൾഫിൽ പ്രവാസ ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ സെനാരിയോ. പക്ഷേ ഈ ഒരു സെനാരിയോ നേരത്തെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. ദേ വെർ നോട്ട് ദാറ്റ് അവെയർ. അപ്പോൾ ദർ ഈസ് എ ജനറേഷൻ, ലോസ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയാം. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് +2 സമയത്തോ അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാതെയോ കല്യാണം കഴിഞ്ഞവരാണ്. സോ അവർ ഇപ്പോഴാണ് ശരിക്കും അവെയറായിട്ട് എഡ്യൂക്കേഷൻ്റെയും ജോലിയുടെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. എങ്ങനെ ഒരു യങ് കപ്പിൾ ഗൾഫിൽ എസ്പെഷ്യലി ഇൻ ടുഡേസ് സെനാരിയോ ജീവിച്ചു പോകുന്നു എന്നുള്ളത് അത്ര കളർഫുള്ളായ ഒരു പിക്ചറൊന്നുമല്ല. പക്ഷേ ഇറ്റ്സ് എ മാറ്റർ ഫോർ അനദർ ഡിസ്കഷൻ. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പോകുന്നില്ല. മറിച്ച് ഇന്നത്തെ ഡിസ്കഷൻ മെയിനായിട്ടുള്ളതും ആ ഒരു ലോസ്റ്റ് ജനറേഷനെ കുറിച്ചാണ്. അതായത് കല്യാണം കഴിച്ചു, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ നാട്ടിലാണ്, അതോടൊപ്പം കുട്ടികളും നാട്ടിലാണ്. ഒബ്വിയസ്ലി ഭാര്യയും കുട്ടികളും വെക്കേഷനിലും അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഗൾഫിലേക്ക് വരും. പക്ഷേ അവർ പെർമനൻ്റായി ഇവിടെ നിൽക്കാറില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിലാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോളേജസും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതോടൊപ്പം അഫോർഡബിൾ എന്ന് പറയുമ്പോൾ ചെറിയ കാശല്ല, മറിച്ച് ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഗൾഫിൽ വർക്ക് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു നല്ല ഭാഗം ചെലവഴിച്ചാൽ അവരുടെ മക്കളെ നാട്ടിൽ പഠിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പക്ഷെ കാശ് ചെറുതൊന്നുമല്ല. മെറിറ്റിലൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, പ്രവാസികളുടെ കുട്ടികൾ അങ്ങനെ ട്രൈ ചെയ്യാറില്ല എന്നതാണ് സത്യം. എല്ലാവരുടെ കാര്യമല്ല, ജനറലൈസ് ചെയ്യുകയല്ല, മറിച്ച് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ പ്രവാസിയുടെ മക്കൾ അത് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലെവലാണ്. സോ പ്രത്യേകിച്ച് ഇവർ കോളേജുകളിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇവരുടെ ആ ഒരു പ്രത്യേകത കാണാൻ പറ്റുന്നത്. അവരുടെ കയ്യിലുണ്ടാകുന്ന കാശ്, ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. അതോടൊപ്പം അവർക്കൊരു സെലക്ഷൻ കോഴ്സിൻ്റെ കാര്യത്തിലായാലും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് അവരുടെ ഫാദർ ഗൾഫിൽ നിന്നും കാശ് അയക്കുന്നുണ്ട്. സോ ഫോർ ദം ഈ കുട്ടികൾക്ക് വീട്ടിൽ വന്ന് അവർക്ക് കാണുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. ഗൾഫിൽ അവരുടെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കാശുണ്ടാക്കുന്നത് എന്ന കാര്യത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഫോണിലും മറ്റും പറയുമ്പോൾ കേൾക്കുന്നതല്ലാതെ അവർ കണ്ട് അനുഭവിക്കുന്നില്ല. ഈവൻ വെക്കേഷൻ ടൈമിൽ അവർ വരികയാണെങ്കിലും ഈ ഫാദർ കുട്ടികളെയും ഫാമിലിയെയും കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അത് നാട്ടിൽ വരികയാണെങ്കിലും ഈവൻ ഇവർ ഗൾഫിലേക്ക് പോവുകയാണെങ്കിലും. സോ ആ ഒരു ഷോർട്ട് സ്പാൻ എന്നുള്ളത് മെയിനായിട്ടും അവർ നല്ല കാര്യങ്ങൾക്കും നല്ല പുഞ്ചിരിച്ച് ഒരു ലൈഫിൻ്റെ ബെറ്റർ സൈഡ് മാത്രമാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പല കുട്ടികളും മനസ്സിലാക്കുന്നത് നമ്മുടെ ഫാദർ അവർ അവിടെ ഗൾഫിൽ ഒരു നല്ല രീതിയിലാണ്, അവർക്ക് നല്ല ഇൻകം കിട്ടുന്നുണ്ട്, ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അവരുടെ എക്സ്പെക്റ്റേഷനും അവരുടെ ഒബ്ജക്റ്റീവും ഒക്കെ ലെവൽ മുകളിലോട്ട് പോകും. സോ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരിക എന്നതിന് പകരം
ഞാനൊരു ചോയ്സ് ചെയ്താൽ, ഞാനൊരു ഡിസിഷൻ എടുത്താൽ അതിനെ ബാക്കപ്പ് ചെയ്യാൻ, അതിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ, അതിനെ കൊണ്ടുവരാൻ എൻ്റെ ഫാദറിന് പറ്റും എന്ന വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്ന് മുന്നോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് കോളേജ് ഡേയ്സ്, ഫൈനൽ ഡേയ്സ് ഒക്കെ ആകുമ്പോൾ വളരെ അറഗൻ്റായി വരുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി +2 ഗ്രാജുവേഷൻ, അതായത് +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഡിഗ്രി സെലക്ട് ചെയ്യേണ്ട സമയത്താണ് ഇവരുടെ അറഗൻസ് പുറത്ത് വരുന്നത്. സോ ഇവർ ഒരു കോഴ്സ് സെലക്ട് ചെയ്യും, അതിൻ്റെ ഫീസ് എത്രയായാലും, കാരണം അവർക്കറിയാം ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും ഫാദർ അതിനെ തീർച്ചയായിട്ടും ഫിനാൻസ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ആ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അവർ വിശ്വസിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന കാരിയർ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച ആ ഒരു കളർഫുൾ ഇമേജ് ഒക്കെ നഷ്ടപ്പെട്ട് ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് പഠിക്കേണ്ട ആ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ തിക്നെസ്സും അതോടൊപ്പം പ്രൊജക്ട്സും വർക്ക്സും ഒക്കെ വരുമ്പോൾ ആ കരിക്കുലത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ ഇവർ പറയുകയാണ്, എനിക്ക് ഈ കോഴ്സ് പഠിക്കേണ്ട. സോ ഇതാണ് ആദ്യത്തെ സെനാരിയോ. സോ ഇങ്ങനെ എനിക്ക് ഈ കോഴ്സ് പഠിക്കേണ്ട, മറിച്ച് എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന, ജോളിയായി അടിച്ചു പൊളിച്ച് പഠിക്കുന്ന മറ്റേ കോഴ്സ് ചെയ്താൽ മതി എന്ന ഒരു തീരുമാനമെടുക്കുകയും അതിനുശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലതും മാനേജ്മെൻറ്റ് തലത്തിലാണ്. സോ അവർ ഈ കുട്ടികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചതിന് ശേഷമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. പല കുട്ടികളും വന്ന് ചില സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഈ പറയുന്ന ആ പർട്ടിക്കുലർ സീറ്റ് 1, 2, 3 ലക്ഷം കൊടുത്ത് ഓരോ വർഷവും ഫീ അടച്ച് പഠിക്കേണ്ട ആ ഒരു സീറ്റ് എന്നുള്ളത് ലാപ്സായി പോകും, അത് വേസ്റ്റായി പോകും. കംപ്ലീറ്റ് 4 ഇയേഴ്സിൻ്റെ കോഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് ഇൻറ്റു 4 അത്രയും കാശ് നഷ്ടപ്പെടും എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുകയും കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കാതെയും ഇരിക്കും. സോ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ കോഴ്സ് എന്തായാലും പഠിക്കാൻ പറ്റില്ല, മറ്റേ കോഴ്സ് മതി എന്ന ഒരു സിറ്റുവേഷനിൽ വരികയും പാരൻസ് എന്നുള്ളത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും. ഇത് ഒരു പർട്ടിക്കുലർ സെനാരിയോ മാത്രമാണ്. പക്ഷെ ഈ ഒരു സെനാരിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികളുടെ ധാർഷ്ട്യത അല്ലെങ്കിൽ ആ കുട്ടികൾ എത്രയും അറഗൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത്. എത്ര അവരെ കൺവിൻസ് ചെയ്താലും കൗൺസിലിംഗ് ചെയ്താലും ഈ കുട്ടികൾ ഒരിക്കലും അവരുടെ തീരുമാനം മാറ്റാനും പോകുന്നില്ല. വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ രക്ഷിതാവ് തീർച്ചയായിട്ടും ഗൾഫിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നമുക്കറിയാം, വളരെ ബുദ്ധിമുട്ടാണ്. പ്രവാസിയായി ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് ഡിപ്രഷൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. ജോലിയുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത്, നാട്ടിലെ കുറേ പ്രശ്നങ്ങൾ അവിടെ, പ്രത്യേകിച്ച് ഇതുപോലെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു ലെവലിലെത്തിച്ച് തീർച്ചയായിട്ടും അവരുടെ ഒരു കരിയർ എന്നുള്ള കാര്യം എത്തിച്ചു ചേർന്നാൽ ആ ഒരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്താൽ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകാമല്ലോ എന്ന ഒരു വിശ്വാസമാണ് ശരിക്കും ഈ പറയുന്ന പ്രവാസികളൊക്കെ കാശ് ചെലവഴിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പ്രവാസിക്ക് തന്നെ നല്ല എഡ്യൂക്കേഷൻ ലഭിച്ചു കാണില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള ജോബൊക്കെ ചെയ്ത് ഇപ്പോൾ ജീവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവർ വിചാരിക്കുന്നത്, ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഈ കാശ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടികളാണെങ്കിൽ അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്, അവർ ജീവിക്കുന്നത് ഡിഫറെൻ്റ് ലൈഫിലാണ്. അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കളർഫുൾ ഇമേജസും മറ്റും കണ്ട് യൂറോപ്പിൽ പോവുക, അമേരിക്കയിൽ പോവുക, ഓസ്ട്രേലിയയിൽ പോവുക, അങ്ങനെയൊക്കെ ജീവിച്ച് വലിയൊരു സെറ്റപ്പായി മാറുക എന്നൊക്കെ രീതിയിലുള്ള ഒരു വലിയ സ്വർഗം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ഇവിടെ തന്നെ വലിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന്, ഈ പ്രവാസിയായ ഫാദർ ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്നു വന്ന് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ലഭിച്ചു കാണില്ല. ഈവൻ ഇഫ് ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർ ഡിസേർവ് ചെയ്യുന്ന ജോലി ലഭിച്ചു കാണില്ല. എങ്കിലും കുടുംബത്തെ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ജോബ് എടുത്തവരായിരിക്കാം. നമുക്കറിയാം ഇന്നത്തെ സിറ്റുവേഷൻ എന്നുള്ളത്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നാഷണലൈസേഷൻ വളരെ കൂടുതലാണ്. സോ ആ ഹൈ ക്രീമി ജോബ്സ് എന്നുള്ളത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും കയ്യിൽ നിന്ന് ഈ ജോലികൾ നഷ്ടപ്പെട്ടു. ആരൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അവർ തന്നെ പേടിയിലും ഭീതിയിലുമാണ് ജീവിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ എന്ന്
വിചാരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, ഡിപ്രഷനും മറ്റും ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന ആൾക്കാർ, നമുക്കറിയാം കൂടി വരുന്ന മരണനിരക്ക്, ഹാർട്ട് അറ്റാക്സ്, സൈലന്റ് അറ്റാക്സ്, അതുപോലെയുള്ള പല പ്രശ്നങ്ങളും വന്ന് ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിച്ചു പോകുന്ന ആൾക്കാർ, ഇവരുടെ മക്കളാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില കാര്യങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ച് വേറൊരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു മിസ്മാച്ച് എന്നുള്ളത് വളരെ കോസ്റ്റ്ലിയാണ്. സോ ഗൾഫിലെ പ്രവാസി തന്ത വൈബ് എന്നുള്ളത് വളരെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ബോറാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ രീതിയിൽ, കുട്ടികളുടെ കാര്യത്തിൽ വെച്ച് നോക്കുന്നു. അതായത് കുട്ടികൾ പറയുകയാണ് എൻ്റെ പാരന്റ് ഗൾഫിലാണ്, അതുകൊണ്ട് കാശുണ്ട്, ഈവൻ ഇഫ് ദിസ് ഫാദർ, അവരുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ബുദ്ധിമുട്ടെങ്കിൽ അവർ കേൾക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ വരാറുണ്ട്. സോ ഇവിടെ ഏറ്റവും നല്ല റോൾ നിർവഹിക്കാൻ പറ്റുന്നത് മദേഴ്സിനാണ്, അമ്മകൾക്കാണ്, ഉമ്മമാർക്കാണ്. പക്ഷെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്നുള്ളത് ഈവൻ ഗേൾസ്, ലേഡീസ്, വിമൻ അവരും എല്ലായ്പ്പോഴും അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നുള്ളതാണ്. ഇവരും ഈ പറയുന്ന ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യും, കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും, കുട്ടികളെ ഒരു സൈഡ് പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഈ ഹസ്ബൻഡിന് അർഹിക്കുന്ന ഒരു സപ്പോർട്ട് നൽകില്ല വെനെവർ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കേണ്ട വരുന്ന ഒരു കൺവെർസേഷൻ വരുന്ന സമയത്ത്. സോ ഈ ഒരു ഭർത്താവ് ഒറ്റപ്പെട്ട് പോവുകയാണ്. ഇത് ഞാനിങ്ങനെ ചുമ്മാ എയറിൽ നിന്ന് എടുത്തു പറയുകയല്ല, മറിച്ച് എൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഗൾഫിലേക്ക് പ്രവാസിയായി ജീവിക്കുന്നത് പല ലെവലിലായിട്ടാണ്. ആദ്യമായിട്ട് ബിഫോർ മാരേജ് ആണ്, രണ്ടാമത് ആഫ്റ്റർ മാരേജ് ആണ്. ബിഫോർ മാരേജ് എന്നുള്ളത് 2009-10 കാലയളവാണ്. ആ സമയത്ത് ദുബായിലെ ജബലലിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ അതൊരു ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ ആയിരുന്നു, സെറ്റപ്പ് ആയിരുന്നു. അവിടെ ഒരു വീക്ക്ലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി 1-2 സൂയിസൈഡ് എന്നുള്ളത് കോമൺ ആയിരുന്നു. സൂയിസൈഡ് ചെയ്യുന്നത് അധികവും ഇന്ത്യൻസ്, മലയാളികളാണ്. പ്രത്യേകിച്ച് എല്ലാ മാസവുമല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ക്വൈറ്റ് ഫ്രീക്വൻറ്റ്. സോ ഇങ്ങനെ ഈ പറയുന്ന അച്ഛന്മാർ, ഭർത്താക്കന്മാർ, ഇവർ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നല്ല ഒച്ചത്തിൽ അവരെ വീട്ടുകാരോട് സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുന്നത്, അവരോട് കെഞ്ചുന്നത്, അവരോട് കരഞ്ഞ് സംസാരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടോടെയാണ് ഞാനന്ന് കേട്ടത്. ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഡയലമ എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രവാസ ജീവിതം ആ ഫേസ് അവസാനിപ്പിച്ച് പിന്നീട് പോകുന്നത് കോളേജ് പ്രൊഫസറായിട്ടാണ്, ജോലിയിലാണ്. സോ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കുള്ള ടോപ്പിക് ടെക്നിക്കലാണെങ്കിലും അതിൽ നിന്ന് മാറി ചിലപ്പോഴൊക്കെ ജീവിതത്തെക്കുറിച്ചും ഞാൻ അവരോട് പറയാറുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഗൾഫ് എന്നുള്ള ഒരു ഭാഗം അറ്റ്ലീസ്റ്റ് യു ഫോർഗെറ്റ്. ഗൾഫ് എന്നുള്ള ആ GCC കണ്ടുവരുന്ന ജിയോഗ്രഫി ഗ്ലോബിൽ നിന്നും അറിഞ്ഞേക്കുക, ഇനി മാറ്റി ചിന്തിക്കുക എന്നുള്ളത്. അത് ഗൾഫിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നാം ഗൾഫുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ ലൈഫ് പ്ലാൻ ചെയ്യുന്നു എന്നതിൻ്റെ അവസ്ഥയാണ് ഫെയിലിയറാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ്. ഇനി കാലങ്ങൾ കഴിഞ്ഞു പോയി, പിന്നീട് വീണ്ടും എൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് തീർച്ചയായിട്ടും എൻ്റെ പ്രവാസ ജീവിതം റീസ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് 2020, 2021, 2022 കോവിഡ് തകർത്താടുന്ന സമയമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അബുദാബിയിലായിരുന്നു. ആ സമയത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് വലിഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. സോ ആ ഒരു സമയത്തും ടെറസിലും മറ്റും ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ എയർമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെയും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അതേപോലുള്ള പാരൻസിൻ്റെ നിലവിളികളും ഒച്ചപ്പാടുകളും ഭീഷണികളും, കുട്ടികളോട് സംസാരിക്കുകയാണ്, സ്നേഹത്തോടെ സംസാരിക്കും, പിന്നീട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതും കേട്ടില്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ അമ്മമാരെ, ഉമ്മമാരോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് നേടാൻ നോക്കും. ഇതൊക്കെ പറ്റുന്നില്ലെങ്കിൽ കുട്ടികളോട് ഡയറക്റ്റ് സംസാരിക്കും. എന്നിട്ട് പിന്നെ അലറലാണ്. ഓക്കെ, സോ ഈ അലറൽ, ഭീഷണിപ്പെടുത്തൽ, പേടിപ്പിക്കൽ എന്നുള്ളത് ഈ പറയുന്ന പ്രവാസിയുടെ അവസാനത്തെ ഒരു ചുവടാണ്, ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതും കൂടി ഇല്ലെങ്കിൽ പിന്നീട് ആ കുട്ടി ഒരിക്കലും ഈ പറയുന്ന ഉപ്പയുടെ, അച്ഛൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കില്ല. പ്രത്യേകിച്ച് അവരുടെ എഡ്യൂക്കേഷൻ ആയാലും ലൈഫ് സ്റ്റൈൽ ആയാലും
അത് നമുക്കറിയാം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവാസികളുടെ മക്കൾ വളരെ വലിയ തോതിൽ തന്നെ വിക്റ്റിമാണ്, അല്ലെങ്കിൽ അവർ അതിൻ്റെ ഏതെങ്കിലും ഒരു റോളിൽ വരുന്നു എന്നുള്ളത് നമുക്ക് മറന്നുകൂടാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് അതിൻ്റെ ആരോഗ്യ മേഖലയായാലും എഡ്യൂക്കേഷൻ മേഖലയായാലും ടൂറിസം ആയാലും എല്ലാത്തിനെ കുറിച്ച് പല രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാം, ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞ് ഞെളിഞ്ഞു നിന്ന് നമുക്ക് നമ്മുടെ ഒരു കളർഫുൾ ഇമേജ് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ യുവാക്കളിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല ഒരു ജോബ് ലഭിക്കുന്നൊരവസ്ഥ, പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സിസ്റ്റമൊന്നും നമ്മുടെ കേരളത്തിലും ഇല്ല എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. സോ ഇതൊക്കെ ബാധിക്കുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രവാസികൾ ഗൾഫിലേക്ക് വരുന്ന യുവാക്കളാണ്. നേരത്തെ പറഞ്ഞ പോലെ യുവതികളും വരുന്നുണ്ട്. സോ യുവാക്കളും യുവതികളുമൊക്കെ വന്ന് ഇവിടെ ഗൾഫിൽ പ്രവാസിയായി ജീവിക്കുമ്പോൾ അതൊരു പെർമനന്റ് സൊല്യൂഷൻ നൽകുന്നില്ല, അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ ഉള്ള ഒരു ലോസ്റ്റ് ജനറേഷനെ കുറിച്ചാണ്. അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ പ്രവാസി ആയ ഭർത്താവ് മാത്രം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഇനി വരുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഗൾഫിൽ ജീവിച്ച് വർക്ക് ചെയ്ത് അവരുടെ കുട്ടികളെ വളർത്തുന്ന കാര്യമാണ്. ഇത് പുതിയ ജനറേഷനാണ്. ഇവരുടെ പ്രോബ്ലംസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതിനേക്കാളും വലിയതായിരിക്കാനാണ് സാധ്യത. കാരണം അതാണ് കണ്ടുവരുന്നത്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ആർ വർക്കിംഗ്. അവരുടെ കുട്ടികൾ കെയർ ടേക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ കെയർ ടേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആൾക്കാർ നോക്കുന്നതാണ്. സോ ഇവരുടെ കുട്ടികൾ വളർന്നു വന്ന് ഏതൊരു സിറ്റുവേഷനിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഏതായിരുന്നാലും ഇതുവരെയുള്ള സിറ്റുവേഷൻ അത്ര പ്ലസന്റ് അല്ല. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നെഗറ്റീവ് അടിക്കാനല്ല, മറിച്ച് കുറച്ചുകൂടി റിയാലിറ്റീസ് നാം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, വളരെ കളർഫുള്ളായ കേരളത്തിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്ന, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന ആ രീതിയിലുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആ കേരളത്തിൽ നമ്മുടെ ജനറേഷൻസ് അവർ അവിടെ തന്നെ വളർന്ന് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നാണ് എല്ലാവരെയും പോലെ അല്ലെങ്കിൽ പലരെയും പോലെ ഞാനും വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഗൾഫിലേക്ക് വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഗൾഫ് പണം എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ജീവവായുവാണ്, അറിയാം. അവരുടെ റെമിറ്റൻസ് വെച്ചിട്ടാണ് ഇന്നും നമ്മുടെ സ്കോർ ബോർഡ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ വരുന്നതിൻ്റെ പിന്നിൽ പല രീതിയിലുള്ള കണ്ണീർ കഥകളും പ്രശ്നങ്ങളും ടെൻഷൻസും ഡിപ്രഷൻസും പല രീതിയിലുള്ള സാക്രിഫൈസസും ഒക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അവരുടെ പ്രോബ്ലംസും നമുക്ക് ഫേസ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രവാസി ഭർത്താവ്, പ്രവാസി അച്ഛൻ, പ്രവാസി ഉപ്പ, അവരുടെ ജീവിതത്തിൻ്റെ മരണം വരെയുള്ള സമയം അവർ ഗൾഫിൽ ചിലവഴിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് തിരിച്ചെന്ത് ലഭിക്കുന്നു എന്നുള്ളത് ഗവൺമെന്റിൽ നിന്നല്ല, രാഷ്ട്രീയക്കാരിൽ നിന്നല്ല, ഫാമിലിയിലെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നല്ല, മറിച്ച് അറ്റ്ലീസ്റ്റ് അവരുടെ മക്കളിൽ നിന്നെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ വെച്ച് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും ഇവിടെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാരണം ഇതൊരു പ്രോബ്ലമാണ്, ഇതൊരു പ്രശ്നമാണ്. നീഡ് ടു ബി സോൾവ്ഡ്. താങ്ക് യു.